മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ ഒരുപാട് വിഷമം വരികയാണ് കേട്ടോ. മഞ്ജു കരഞ്ഞുകൊണ്ട് പോകുന്നത്. അതേസമയം മഞ്ജു പോയതും ദുർഗാമ്മ വന്ന് കണ്ണനോട് പറയും, കണ്ണ അവൾക്ക് വേണ്ടി നീ ഒരു കാര്യവും ചെയ്യരുത് കേട്ടോ, ഒരു കാര്യത്തിനും പോവും വേണ്ട, അവളെ ഈ വീട്ടിൽ കയറ്റാനും പാടില്ല എന്നിങ്ങനെ പറയണം. അത്രയും കൊളരുതാത്തവനാണ് അവൻ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയും, അവളെ ഈ തരത്തിൽ കണ്ണീരിലാക്കാൻ കാരണം നിങ്ങളും കൂടിയാണ്. ആ മേഘനാഥൻ കൊളരുതാത്തവനാണെന്ന് 100 വട്ടം പറഞ്ഞിരുന്നതാണ്, എന്നിട്ടും എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് നിങ്ങളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കണ്ണീരോട് കൂടിയിട്ട് മഞ്ജു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ മേഘന അവിടെ നിൽക്കണ്ട. എടീ നീ ഇവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നു, ഞാൻ കാത്തു നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം എന്തിനാടി നീ എന്നെ വിട്ടിട്ട് അവൻ്റെ കൂടെ പോയത്, അത്രയും കൊളരുതാത്തവനാണല്ലോ എന്നിങ്ങനെ പറയണല്ലോ. അവൻ കൊളരുതാത്തവനോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ സാഗരേട്ടനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇനി എൻ്റെ കൂടെ വന്നാലും എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയണേ. ഇതിൽ ആര് വരുന്നു? നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, എൻ്റെ സ്വത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എത്ര ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് അറിയോ? അത് അത്രയും വിഷമിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സാഗരേട്ടനെ എന്നെ ജീവനെ പോലെ ഇഷ്ടമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജുവിനെ അടിക്കാൻ പോകുകയാണ് മേഘനാഥ്. ഇനി എന്നെ തൊട്ടിട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ വേറെ ആളുടെ ഭാര്യയാണ് എന്നിങ്ങനെ പറയും. വേറൊരാളുടെ ഭാര്യയോ? അതിനു മുമ്പ് നീ എൻ്റെ ഭാര്യയായിരുന്നില്ലടി എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അതേസമയം തന്നെ കാറിൽ അനന്തും ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അനന്തുവിനെ കണ്ടതും തന്നെ മേഘനാഥൻ അങ്ങനെ കലി ഇളകണം കേട്ടോ. എടാ നീ എന്തിനാടാ വന്നത് എന്നിങ്ങനെ ചോദിക്കലേടാ, എൻ്റെ ഭാര്യനെയാടാ കൊണ്ടുപോയത് എന്നിങ്ങനെ പറയും. നിൻ്റെ ഭാര്യയെ കൊണ്ടുപോയോ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ മഞ്ജുവിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. നിനക്കറിയില്ലേ, നീ ഇതിന് നിൽക്കരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് മേഘനാഥൻ അനന്തുവിനോട് ചൂടാവുകയാണ്. അനന്ത് പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം ശരിയായിരുന്നെങ്കിൽ നിൻ്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോവില്ലല്ലോ. മഞ്ജുവിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അനന്തവും മഞ്ജുവും കൂടി പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അതുപോലെ ജാമ്യത്തിന് വേണ്ട പേപ്പറുകളെല്ലാം ശരിയാക്കണം. ഭർത്താവാണെങ്കിൽ ലീഗലായിട്ട് മേഘനാഥൻ്റെ ഡൈവേഴ്സ് വാങ്ങിയിട്ടില്ല, ശരിക്കും തെറ്റന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവന് പരസ്ത്രീ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് പ്രൂഫ് വെക്കുകയാണ് കേട്ടോ അനന്തു. അങ്ങനെ പരസ്ത്രീ ബന്ധങ്ങളുള്ള കാരണം തന്നെ അനന്തുവിൻ്റെ കെയർ ഓഫിൽ സാഗറിന് ജാമ്യം കിട്ടുക കേട്ടോ. ജാമ്യം കിട്ടിയ സാഗർ ഇങ്ങനെ വരുമ്പോൾ മേഘനാഥൻ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതേസമയം മഞ്ജു സാഗറിൻ്റെ കൈ പിടിച്ചിട്ടാണ് വരിക കേട്ടോ. സാഗറിനെ കണ്ടത് അങ്ങനെ കലി ഇളകയാണ് കേട്ടോ. മേഘനാഥന് സാഗറെ അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എങ്ങനെടാ നീ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇനി മേലിൽ അവനെ ഒന്നും ചെയ്യാനോ തൊടാനോ പാടില്ല. കാരണം മാർക്കോയാണ് അവരെ ഒന്നിപ്പിച്ചത്. അവൻ അറിഞ്ഞു കഴിഞ്ഞ് നിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അറിയുമല്ലോ എന്നിങ്ങനെ ചോദിക്കണം. മാർക്കോയോ? അവനാരാണ്? അവനെ ഞാൻ എന്തിനു പേടിക്കണം എന്നിങ്ങനെ ചോദിക്കണം. എന്തായാലും പേടിക്കുന്നത് അറിയുമല്ലോ എന്നിങ്ങനെ പറയടി, നീ പൊയ്ക്കോ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. നിന്നെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ വിടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ശരി, മേഘനാഥന് ഒരു പണി കൊടുക്കണം, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ മാനസിയോട് പോയി പറയുകയാണ്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിന്നെ അവൻ എന്തായാലും ഇല്ലാതാക്കും, നിനക്കും കുഞ്ഞിനും ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പെറ്റീഷൻ കൊടുക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മാനസ പെറ്റീഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ്റെ കല്യാണത്തിന് മുമ്പ് കുട്ടി ഇതൊന്നും പറഞ്ഞില്ല എന്ന് പോലീസുകാർ ചോദിക്കുകയാണ്. അവൻ കല്യാണം കഴിഞ്ഞോട്ടെ, ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നിങ്ങനെ പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറഞ്ഞാണ്, ഞാനതൊന്നും കേട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കേസ് രജിസ്റ്റർ ചെയ്യണം പോലീസുകാർ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മേഘനാഥ് അങ്ങനെ പോകുമ്പോൾ പോലീസുകാർ മേഘനാഥനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം. എന്തിനാണ് ചോദിക്കണേ. എടാ നിൻ്റെ ഭാര്യ പോയി പറഞ്ഞിട്ടല്ലേ നീ കേസ് തന്ന്, എങ്കിലേ ഭർത്താവിനെ കെട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ട് നീ കയറടാ എന്നിങ്ങനെ പറയണ്ട. കയറാൻ മടിക്കില്ല, ഞാൻ കാറിൽ വരാം എന്നിങ്ങനെ പറയണം. കാറിൽ വന്നാൽ പോരാ, നീ കയറടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോലീസുകാരങ്ങനെ മേഘനാഥനെ ലോക്കപ്പ് കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ. അതേസമയം വാമദേവൻ്റെ അവിടേക്ക് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആശുപത്രിയിലേക്ക് കണ്ണനും മഹാലക്ഷ്മിയും കൂടി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് ഡോക്ടറോടൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ. അതേസമയം സീമന്തിന് ഇങ്ങനെ വാമദേവനോട് പറയുകയാണ്, ഇനി എൻ്റെ മോളെ കെട്ടിക്കാൻ എന്ത് ചെയ്യും, അവൾ കൊണ്ടുവരുന്ന സ്വർണം കൊണ്ട് അവളുടെ കല്യാണം ആഘോഷമായി നടത്താം എന്ന് വിചാരിച്ചാണ്. അച്ഛനും പണിയില്ല, അച്ഛനാണെങ്കിൽ ഇങ്ങനെ കിടപ്പുപോയി, മകനാണെങ്കിൽ
ഇങ്ങനത്തെ കണ്ടീഷനുമായി ഇനി എന്ത് ചെയ്യും എൻ്റെ മോളെ കെട്ടിക്കാനേ എന്ന് പറഞ്ഞ് സീമന്തിനി ഇങ്ങനെ കരയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയണു, എടി സീമന്തിനി, നീ ഇങ്ങനെ കരയാതെ മോളെ എങ്ങനെയെങ്കിലും കെട്ടിക്കുക, കുറച്ച് സ്ഥലവും എല്ലാം ഉണ്ടല്ലോ, അതല്ലെങ്കിലെങ്കിലും കെട്ടിച്ചു കൊടുത്തിട്ട് അവളെ കെട്ടിക്കുക, നീ വിഷമിക്കാതെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ വിഷമിക്കാതെ ഇരിക്കും മനുഷ്യ, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടില്ലല്ലോ എന്നിങ്ങനെ പറയണട്ടോ. ഇനി ടെസ്റ്റുകളെല്ലാം ഉണ്ട്, ഇനി എന്താവും എന്നുള്ളത് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് വാമദേവൻ ഇങ്ങനെ പഴി പറയണട്ടോ. എന്തായാലും ശരി മഞ്ജുവിനെ കൊണ്ടുവരണം എന്ന് തന്നെ വാമദേവൻ്റെ മനസ്സിൽ. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും കൂടി ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കണം, കാര്യങ്ങളെല്ലാം ചോദിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും. ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കണ്ണ ഇപ്പം എങ്ങനെയുണ്ട്, ആ വൈദ്യരുടെ അടുത്താണ് ഞാൻ ചിലപ്പോഴൊക്കെ സഹായം ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ല, കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയണം കേട്ടോ. അതിനുശേഷം വാമദേവൻ്റെ ചികിത്സാ കാര്യങ്ങളെല്ലാം പറയണം. പിന്നീട് വാമദേവൻ പരിശോധനയ്ക്കായി കൊണ്ടുവരുന്ന സീമന്തിനെയും മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണുകയാണ് കേട്ടോ. ഓ വന്നോ എന്നിങ്ങനെ ചോദിക്കരുത്. പിന്നീട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയും എൻ്റെ മഞ്ജുവിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നിങ്ങനെ പറയണം കണ്ണനോട്. എന്തിനെ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ മോൻ്റെ കൊള്ളരുതായ്മ കാരണമാണ് അവൾ മറ്റൊരാളുടെ കൂടെ പോയത് എന്നിങ്ങനെ പറയണം. അവൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ അവളെ ശരിയാക്കും എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. അതേസമയം എൻ്റെ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഇതുമില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങളെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ ഇനി ഉപദ്രവിക്കാതിരിക്കും എങ്കിൽ ഞാൻ നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയണം. കർമ്മഫലം ഒന്നുണ്ട്, ആ കർമ്മഫലമാണ് ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. വാമദേവനെ ഒന്നും മിണ്ടണില്ല കേട്ടോ. അതേസമയം സീമന്തനിക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന മഞ്ജു സാഗറും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഞ്ജു സാഗറോട് പറയും, ഇനി മേഘനാഥൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒന്നാകണം സാഗറേട്ടാ, ഞാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് ബഹുമാനവും എല്ലാം ഉണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗർ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പറയണം. എനിക്ക് നിങ്ങളിൽ നിന്നും ഒരു കുട്ടികളുമൊക്കെ ആയി ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നാണത്തോടു കൂടി സാഗർ മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. മഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാഗർ പറയണം, നമുക്ക് ഇന്ന് മുതൽ ഒരു ജീവിതം തുടങ്ങാം എന്നിങ്ങനെ പറയണം.